ും ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനുമായി ഏറ്റവും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശിലാഫലകങ്ങൾ അനാവരണം ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാർ, കോട്ടയം മെഡിക്കൽ കോളേജ് നമ്മുടെ കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നത് നിങ്ങളോട് പ്രത്യേകമായി പറയേണ്ടതില്ല. മധ്യ കേരളത്തിലെ ആരോഗ്യ പരിപാലന കാര്യത്തിൽ സംശയവുമില്ലാതെ പറയാൻ പറ്റും, ഏറ്റവും മികവാർന്ന സ്ഥാപനമാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഇവിടെ നേരത്തെ പ്രസ്താവിച്ചതുപോലെ 257 കോടി രൂപ ചെലവഴിച്ച് പൂർത്തിയാക്കിയ വിവിധ പദ്ധതികൾ എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്നുള്ളതാണ്. പൊതുമേഖലയിലുള്ള പൊതുജനാരോഗ്യ രംഗത്തുള്ള ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ശക്തിപ്പെടുമ്പോൾ ഇവിടെ ആശ്രയിക്കുന്നവർക്ക് അതൊരു വലിയ പിന്തുണയായി മാറും. നേരത്തെ നമ്മുടെ സർക്കാർ ആശുപത്രികളെ സമീപിച്ചിരുന്നത് നാട്ടിലുള്ള വളരെ പാവപ്പെട്ട ആളുകൾ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ നില അങ്ങനെയല്ല. എല്ലാവരും നമ്മുടെ ആശുപത്രികളെ സമീപിക്കുകയാണ്. അതിലേറ്റവും പ്രധാനം നമ്മുടെ നാട്ടിൽ വിവിധ രീതിയിൽ സമ്പത്തുള്ളവരുണ്ടല്ലോ.
അത്യപൂർവമാണ് അതിസമ്പന്നരായ ആളുകൾ. കേരളത്തിലെ അതിസമ്പന്നരുടെ പട്ടികയിൽപ്പെടുത്താവുന്ന ഒരാൾ ഒരു ദിവസം സംസാരമധ്യേ പറയുകയാണ്, ഇപ്പോഴത്തെ നമ്മുടെ ആശുപത്രികളും മെഡിക്കൽ കോളേജ് ആശുപത്രികളും ഒക്കെ എത്ര വലിയ തോതിലാണ് മെച്ചപ്പെട്ടിട്ടുള്ളത്. അവിടെ പോയി ചികിത്സിക്കണമെന്ന് എനിക്കൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നാട്ടുകാർ അത് എൻ്റെ ഒരു പിശുക്കൻ സ്വഭാവം കൊണ്ട് പോയതാണ് എന്ന് പറയല്ലോ എന്ന് വിചാരിച്ചാണ് പോകാത്തത്. ഇതാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ കാണുന്ന രീതി. അത്രമാത്രം ശേഷി ആർജിക്കാൻ നമ്മുടെ നാട്ടിലെ വിവിധ ആശുപത്രികൾക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇതിവിടെ തനിയെ ഉണ്ടായതല്ല. നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങൾ നേരത്തെ തന്നെ നല്ല രീതിയിൽ കരുത്താർജിച്ചിരുന്നു. പക്ഷെ എല്ലാ ഘട്ടത്തിലും ആ കരുത്ത് നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. ഞങ്ങളെ ഒരു അനുഭവം പറഞ്ഞാൽ, 2016 സർക്കാർ രൂപീകൃതമായി സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അധികാരമേറ്റതിന് ശേഷം നാടിൻ്റെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ഒട്ടേറെ വെല്ലുവിളികളുണ്ടായിരുന്നു. അതിലൊന്ന് ആരോഗ്യരംഗം നേരിടുന്ന വെല്ലുവിളിയായിരുന്നു. ലോകം ശ്രദ്ധിച്ചൊരു രംഗമായിരുന്നു കേരളത്തിലെ ആരോഗ്യരംഗം. പക്ഷേ വലിയ തകർച്ചയാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. ഈ തകർച്ചയിൽ നിന്ന് എങ്ങനെ കരകയറ്റാനാവും? സാധാരണഗതിയിൽ പ്രശ്നങ്ങളുടെ വൈപുല്യം നോക്കിയാൽ കരകയറ്റാനേ ആവില്ല. അപ്പോൾ പ്രശ്നങ്ങളുടെ ആധിക്യം കണ്ട് തലയിൽ കയ്യും വെച്ച് കുത്തിയിരുന്ന് നിലവിളിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാനാകും എന്നതാണല്ലോ ആലോചിക്കേണ്ടത്. ആ ആലോചനയിലേക്ക് ഞങ്ങൾ കടന്നു. അപ്പോഴാണ് ഇവിടെ ആരോഗ്യമന്ത്രി പറഞ്ഞ തരത്തിലുള്ള ഒരു മാർഗത്തെക്കുറിച്ച് ആലോചിച്ചത്. സാധാരണ ഒരു ഗവൺമെൻറ് അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തുക ആ ഗവൺമെൻറ് അവതരിപ്പിക്കുന്ന ബജറ്റിലൂടെയാണ്. ബജറ്റ് ഖജനാവിൻ്റെ ശേഷി ആസ്പദമാക്കിയാണ് തയ്യാറാക്കുക. അപ്പോൾ കയ്യിലുള്ള പണം വിവിധ ആവശ്യങ്ങൾക്ക് വീതം വെക്കുക എന്നുള്ളത് മാത്രമേ സാധിക്കൂ. അങ്ങനെ വീതം വെച്ച് ലഭിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുറപ്പെട്ടാൽ ആ ഘട്ടത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തന്നെ ദശാബ്ദങ്ങൾ എടുക്കും. അപ്പോഴേക്ക് പുതിയ പുതിയ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മുടെ നാട് പുറകോട്ട് പോകും.
അപ്പോൾ പുറകോട്ടായിരുന്നു, വലിയ തോതിൽ പിറകിലായിരുന്നു. ആ പിറകിലായ നില മാത്രമല്ല, വീണ്ടും പിറകിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ ഭാവി തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായിട്ട് ഇത് മാറും. ഇതിനെങ്ങനെ പരിഹാരം? അതിനപ്പോൾ കണ്ടെത്തിയൊരു മാർഗം ഒരു സമാന്തര സാമ്പത്തിക സ്രോതസ്സുമാണ്. അതിൻ്റെ ഭാഗമായാണ് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. കിഫ്ബി ഇപ്പം എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അന്ന് സർക്കാർ പറഞ്ഞത് നമ്മുടെ നാടിൻ്റെ പശ്ചാത്തല സൗകര്യം വലിയ തോതിൽ പിറകിലാണ്. ഈ പശ്ചാത്തല സൗകര്യ വർധനവുണ്ടാക്കേണ്ടത്. അതിനായി ഈ 5 വർഷക്കാലം 50,000 കോടി രൂപയുടെ പദ്ധതികൾ കിഫ്ബി മുഖേന നടപ്പാക്കും. ഇതായിരുന്നു കിഫ്ബി വരുമ്പോൾ സർക്കാർ പറഞ്ഞ കാര്യം. മറ്റു കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. എന്തിനും നമ്മുടെ നാട്ടിൽ എതിർപ്പുണ്ടാവുമല്ലോ. കടുത്ത എതിർപ്പ്, പരിഹാസം, പുച്ഛം. എവിടുന്ന് കിഫ്ബിക്ക് പണം കിട്ടാനാണ്? ഇതൊക്കെ മലർപ്പടിക്കാരൻ്റെ സ്വപ്നമല്ലേ? ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഓരോന്ന് പറയില്ലേ? അങ്ങനെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു. ആക്ഷേപങ്ങൾ ഉയർത്തുന്നത് ആക്ഷേപമുള്ളത് കൊണ്ടല്ലാലോ. ഇതിൻ്റെ ഭാഗമായി തെറ്റായ ചിത്രം ഉയർത്തിക്കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് പല ആക്ഷേപങ്ങളും ഉയരുന്നത്. ഞങ്ങൾ അതിൽ സ്വീകരിച്ച നിലപാട് അതിൻ്റെ പിന്നാലെ പോവുക എന്നുള്ളതല്ല. നമ്മുടെ നാട് അഭിവൃദ്ധിപ്പെടണം. നാട്ടിലെ ജനങ്ങൾ എല്ലാവരും, അതിലെല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. ഒരു രാഷ്ട്രീയം ഇല്ലാത്തവരുണ്ടെങ്കിൽ അവരും ഉണ്ട്. എല്ലാ മതത്തിലും ജാതിയിലും പെട്ടവരുണ്ട്. ഏതെങ്കിലും കൂട്ടർ ഇതിലൊന്നിലും പെടാത്തവരുണ്ടെങ്കിൽ അവരുമുണ്ട്. ഇവർക്കെല്ലാം ഒരേ വികാരമാണ്. പക്ഷേ അത് നാട് അഭിവൃദ്ധിപ്പെടണമെന്നാണ്. നാടിൻ്റെ ഭാഗമായുള്ള ഓരോ രംഗവും മെച്ചപ്പെടണമെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾക്ക് നാടിൻ്റെ ആകെ പിന്തുണയുണ്ടായി. ആരോഗ്യരംഗത്ത് ഞങ്ങൾ ആ കാലത്ത് സ്വീകരിച്ച നിലപാട് ഒരു 10 വർഷത്തോളം ആകുകയാണല്ലോ. അപ്പോൾ ചിലർ മറന്നുപോകാനിടയുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാനത് ഓർമ്മിപ്പിക്കുന്നത്. ആകെ വിശദമായി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. ആർദ്രം മിഷൻ എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. അത് ആരോഗ്യരംഗത്തെ പൂർണ്ണമായി മാറ്റി തീർക്കുന്നതിനായിരുന്നു. ആ രംഗം നേരിടുന്ന വെല്ലുവിളികൾ അതിജീവിക്കാനായിരുന്നു. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ രാജ്യത്തിൻ്റെ മുന്നിലും ലോകത്തിനു മുന്നിലും ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടിയായിരുന്നു. അത് വെറുതെ പ്രചരണത്തിലൂടെയല്ല. അതിനുവേണ്ടി ആവശ്യമായ പണം ചെലവഴിക്കണം. അതിൻ്റെ ഭാഗമായി നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ തീരുമാനിച്ചു. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ വിവിധ തരത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനിച്ചു. തീരുമാനം കടലാസിൽ കിടക്കുകയല്ല ചെയ്തത്.
എല്ലാ സ്ഥലത്തും ഈ പറയുന്ന മാറ്റമുണ്ടായി. സമയം അധികം എടുക്കണ്ട എന്നുള്ളത് കൊണ്ട് ആരോഗ്യമന്ത്രി ആ കാര്യങ്ങളിലേക്ക് അധികം പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ജില്ലാ ആശുപത്രികൾ ഏത് തരത്തിലാണ് സജ്ജമായിരിക്കുന്നത്? വിവിധ താലൂക്ക് ആശുപത്രികൾ ഏത് തരത്തിലാണ് സജ്ജമായിരിക്കുന്നത്? ഒരാള് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ സംസ്ഥാനത്തെ ഒരു ജില്ലാ ആസ്ഥാനത്ത് വെച്ച് ചെറിയൊരു ഹാർട്ട് പ്രശ്നം നേരിട്ടു. ഉടനെ ജില്ലാ ആശുപത്രിയിലേക്കാണ് പോകുന്നത്. അന്ന് അവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രി വളരെ നല്ല രീതിയിൽ സജ്ജമായിട്ടില്ല. അപ്പോൾ അവിടെ കാത്ത് ലാബ് സൗകര്യം അടക്കം വന്നു കഴിഞ്ഞിരുന്നു. നല്ല നിരക്ക് അദ്ദേഹത്തിന് പരിചരണം കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നെ വിളിച്ചു. എന്തൊരു മാറ്റമാണ്! ഇവിടെ ഇങ്ങനെയൊരു സൗകര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു എൻ്റെ സ്ഥിതി എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ നാട്ടിലാകെ ഈ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായത്. എല്ലാ വിഭാഗം ആളുകൾക്കും ചികിത്സ ലഭ്യമാക്കുക. ചികിത്സിക്കാൻ പറ്റാതെ ഒരു കൂട്ടം ഹതഭാഗ്യരുണ്ടാകരുത്. അതിനാണ് നാം ഒരുക്കങ്ങൾ നടത്തിയത്. യഥാർത്ഥത്തിൽ അത് എവിടം വരെ എത്തി? അങ്ങനെ തുടരുമ്പോഴാണല്ലോ, നമ്മുടെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കോവിഡ് മഹാമാരി വന്നത്. കോവിഡ് മഹാമാരിയുടെ മുന്നിൽ ലോകം വിറങ്ങലിച്ചു നിന്നല്ലോ. അതിസമ്പന്ന രാഷ്ട്രങ്ങളടക്കം ആ മഹാമാരിയുടെ മുന്നിൽ മുട്ടുകുത്തി വീണല്ലോ. ലോകവും രാജ്യവും ആശ്ചര്യത്തോടെ നമ്മുടെ നാടിനെ നോക്കിക്കണ്ടു. കോവിഡിന്റെ മൂർധന്യ ദശയിലും ആരോഗ്യരംഗത്ത് നാം ഒരുക്കിയ സൗകര്യങ്ങൾ ഉയർന്നു നിന്നു. അതായത് ഒരു ഘട്ടത്തിലും കോവിഡിന് നാം ഇവിടെ ഒരുക്കിയ സൗകര്യങ്ങളെ കടന്നു പോകാനായില്ല. ആ മൂർധന്യ ദശയിലും ആശുപത്രികളിൽ ആവശ്യത്തിന് ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. എന്തിനധികം പറയുന്നു, വെന്റിലേറ്ററുകളും ആവശ്യത്തിനുണ്ടായിരുന്നു. ഇതൊക്കെ ലോകത്ത് അത്ഭുതകരമായ കാര്യമാണെന്ന്. ലോകത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളുടെയും പറുദീസ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാഷ്ട്രത്തിലടക്കം എന്താ നടന്നതെന്ന് നമുക്കെല്ലാം അറിയാലോ. അപ്പോഴാണ് നാം ഈ രീതിയിൽ എത്തിപ്പെട്ടത്. എങ്ങനെ എത്തിയതാണത്? കോവിഡ് വരും എന്ന് കണ്ടുകൊണ്ടല്ല. നമ്മുടെ കേരളത്തിലെ Trigger to which email ID? Yes. പൊതുജനങ്ങൾക്ക് Shine, just give me a minute. We have ആവശ്യമായ created a ചികിത്സാ separate സൗകര്യം login for the ഉറപ്പുവരുത്തണം. CMO page. Okay. It is not the one with the KSI. അതിന് നമ്മുടെ Just give me a ആശുപത്രികൾ minute. സജ്ജമാകണം. Yes. ആശുപത്രിയുടെ സൗകര്യങ്ങൾ വർദ്ധിക്കണം. അതിനാവശ്യമായ കാര്യങ്ങളാണ് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ തരത്തിൽ Okay. രാജ്യവും ലോകവും കേരളത്തെ ആശ്ചര്യത്തോടെ Okay. നോക്കിക്കാണുന്ന So സ്ഥിതിയുണ്ടായി. I'll just inform the. I mean, I'll let you know the ഇതൊരു mail ID. It is yahia1987 @gmail.com. Is it from പൊതു CMO team, ആരോഗ്യ right? സ്ഥിതി Yes, it's from നമ്മുടെ- CMO team. They are on the line. Okay. രാജ്യത്തും So you have ലോകത്തും received a password for this account. നവജാത ശിശുക്കളുടെ മരണനിരക്ക് രേഖപ്പെടുത്തി പോകുന്നുണ്ടല്ലോ. അഭി ഒരു പാസ്വേഡ് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ആ കാര്യത്തിൽ ഒന്നുകൂടെ പറയാം. രാജ്യത്തിനകത്ത് നിങ്ങൾക്ക് ഒരു പാസ്വേഡ് നമ്മൾ നേരത്തെ തന്നെ ഇല്ല. മെച്ചപ്പെട്ട തന്നിരിക്കുന്ന അവസ്ഥ മെയിൽ ഐ ഡി സെൻട്രൽ വാട്ട് ഇസ് എ മെയിൽ ഐ ഡി?
ഇപ്പൊ എന്താ Yahya സ്ഥിതി? 1987. ഓക്കെ ഓക്കെ 1 സെക്കൻഡ്. അടുത്ത കാലത്ത് വന്ന ഒരു റിപ്പോർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അമേരിക്കയുടെ ഓക്കെ നവജാത ശിശുമരണ നിരക്ക് 5.6 They have received the Yes. നമ്മുടേത് Okay. 5. Just give me a minute. And China, I have Or sent you that- a link regarding login, Ah, right? karyam- Login link in WhatsApp. അമേരിക്കയെ കവച്ചു വെക്കാൻ നമ്മുടെ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു It എന്നാണ്. is there. Just give me a minute. I'm not able to Idana- view the email. No. ആരോഗ്യ രംഗത്ത് വന്ന മാറ്റം. Jeff, will this link work for Nammude- login, or we'll share it in the? no. Madhur This will Merla. log in only for the dashboard. Yeah, I will, for the General, onboarding. share to me. I will share to CMOT. Okay. രാജ്യത്തിന് Done. മുന്നിൽ Just give me a minute. I'll share it again. മാതൃകയായി നാം നിൽക്കുകയാണ്. നമ്മുടെ സീനിയർ സിറ്റിസൺസിന്റെ മുതിർന്ന പൗരന്മാരുടെ അവസ്ഥ, അതിലും നല്ല റെക്കോർഡ് It's managed bot. സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. I think I have. എല്ലാവർക്കും ആവശ്യം വേണ്ട Manage bot Carix ചികിത്സ solutions, right? ലഭ്യമാക്കാനുള്ള Yes. സൗകര്യങ്ങൾ Absolutely. I have forwarded a link. ഇതില് ഓക്കെ എവിടെയാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട് ഞാൻ. ഒരു link. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ? ആശുപത്രികളിലെ ഡോക്ടർമാര് സുത്യർഹമായ സേവനമാണ് നടത്തിപ്പോകുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായാണ് നമ്മള് സംസ്ഥാന സർക്കാർ കേരളശ്രീ കൊടുത്ത് ഇവിടുത്തെ ഡോക്ടർ ജയകുമാറെ ആദരിക്കുന്ന നിലയുണ്ടായി. ഇത്തരത്തിലുള്ള ഡോക്ടർമാര്, നമ്മുടെ ആശുപത്രി ജീവനക്കാര് എല്ലാം കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ വളർച്ചയ്ക്ക് വലിയ സഹായമാണ് ചെയ്യുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇതോടൊപ്പം കേരളത്തിലെ ആരോഗ്യരംഗം പരിശോധിച്ചാൽ ഓക്കെ പാസ്വേഡ് മെയിലിൽ ഷെയർ ചെയ്തത് അല്ലേ? അതെ അതെ. ആശുപത്രികൾ മാത്രമല്ല ആരോഗ്യരംഗത്ത് സേവനം നടത്തുന്നത്. മെയിലിൽ ലോഗിൻ ഐ ഡി നല്ല പാസ്വേഡും രീതിയിൽ ഓക്കെ സ്വകാര്യ ആശുപത്രികളും കേരളത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവയാണ്. അവരുടെ സേവനം ലോഗിൻ ചെയ്തു. നമ്മൾ ഈ എല്ലാ സ്ക്രീൻ കാലത്തും പറയണോ അത്? നാം okay. വിലമതിക്കുന്നത്. അതിലേക്ക് ഷെയർ ചെയ്യണം അല്ലേ? അടുത്ത കാലത്ത് ജനറൽ they have logged in വന്നുകൊണ്ടിരിക്കുന്ന this. ഒരു പ്രവണത Yeah, you're showing. നാം ശ്രദ്ധിക്കാതെ പോകരുത്. Yeah. Just click on കേരളത്തിലെ create. Please go ahead, Jefferson. പ്രസിദ്ധങ്ങളായ So can I click on the ചില create WhatsApp business account? സ്വകാര്യ ആശുപത്രികൾ നല്ല നിലക്ക് പ്രവർത്തിക്കുന്നവയാണ്. Okay. So this one, Abhi- they're gonna do the migration, right? Yes. ചില Today we'll just we'll able to ആഗോള create the ഭീമന്മാർ WAB ID. Later on we'll do the migration. വന്ന് Correct? കൈയടക്കുകയാണ്. Yes. We'll create the WAB ID and then migration. Okay. നല്ല So can you go to the home page, like Plan on ഓട് the left കൂടിയാണ്. side, and can you click below the home page? We പ്രത്യക്ഷത്തിൽ have നമ്മൾ the നോക്കുമ്പോൾ WhatsApp campaign. ഒരു മാറ്റവും ഇല്ല. വാട്സ്ആപ്പ് ക്യാമ്പയിൻ. ആശുപത്രിയുടെ Ah. പേരിൽ മാറ്റമില്ല. Here, scroll down to the option called migrate number. ആശുപത്രിയുടെ മാനേജ്മെന്റിൽ മാറ്റമില്ല. Okay. എല്ലാം Click അതേപോലെ on നടക്കും. initiate migration. ആശുപത്രിക്ക് Get അകത്ത് started. കടന്നാൽ Just click on next. മാറ്റം മനസ്സിലാവും. നെക്സ്റ്റ്. Correct, അതായത് next. This is not mandatory. നേരത്തെ Click on ഉണ്ടായിരുന്ന continue ഫീസ് Facebook. വലിയ തോതിൽ ഇരട്ടിച്ചിരിക്കുന്നു. Can you share the entire screen because I want to ആശുപത്രിക്കകത്ത് see the pop-up? മറ്റ് സൗകര്യങ്ങളൊന്നും വലിയ തോതിൽ കൂട്ടിയിട്ടില്ല. പക്ഷേ ഇത്തരം ആശുപത്രികളുടെ വരുമാനം ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായി ലാഭം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. Yeah, click on continue. ലാഭത്തിൽ So കണ്ണുനട്ടുകൊണ്ടുള്ള this is your meta page, right? Chief Minister of Varavan. Kerala, right? Office Kerala, correct? ഇത് Okay. So, കേരളത്തിലെ do you want to keep the same name, right? ഒരു Chief പുതിയ Minister's പ്രവണതയായിട്ട് Office Kerala, വരികയാണ്. that will be the display name, right? Then Yes. കാരണം നമ്മുടെ Yes, നാട്ടിലെ you can choose the നല്ല public നിലക്ക് service or നടക്കുന്ന the government. ആശുപത്രികളെ കൈക്കലാക്കിയാൽ Can you just scroll on? ഈ ആഗോള ഭീമന്മാരുടെ കയ്യിലുള്ള വൻ സമ്പത്ത് Yeah, you can choose that and click on that. അതിനെ നല്ലതുപോലെ ലാഭം Hello. ഉണ്ടാക്കാൻ കഴിയുമെന്ന ധാരണയോടെയാണ് ഇങ്ങോട്ട് അവർ വരുന്നത്. I think the ആളുകളെ screen is freeze, like, സേവിക്കലല്ല. if I not to see the next steps. നമ്മുടെ സ്ക്രീൻ കാണുന്നില്ല. ജസ്റ്റ്
സ്വകാര്യ ആശുപത്രികൾ എന്ന് പറയുന്നത് കാണുന്നുണ്ട്, ഫ്രീസ് ആയിട്ടിരിക്കുമെന്ന് തോന്നുന്നു. അവര് മുടക്കുന്ന മുതലിന് സ്വാഭാവികമായും അത് ഈടാക്കേണ്ടതുണ്ട്. ചിലർ ലാഭം അവർക്ക് വേണമെന്ന് തന്നെ, അതിലൊന്നും നമുക്കാർക്കും പരാതിയുള്ളതല്ല. എന്നാൽ അതിലെല്ലാം ഒരു സേവനത്തിന്റെ സ്ക്രീൻ ഫ്രീസ് ആണെന്ന് തോന്നുന്നു. സ്പർശമുണ്ടായിരുന്നു, സേവനത്തിന്റെ ഭാഗമുണ്ടായിരുന്നു. ഹലോ, ഈ പുതിയ കൂട്ടർക്ക് ആ ഭാഗമേ ഇല്ല. എങ്ങനെ ഒരാളെ കിട്ടിയാൽ അതിലൂടെ പണം കൊയ്യാം, ആ ചിന്ത മാത്രമേ ഉള്ളൂ. അത്തരമൊരു പ്രവണത നാട്ടിൽ വരുന്നുണ്ട്. ആ ഘട്ടത്തിൽ നമ്മുടെ പൊതുജനാരോഗ്യ രംഗം കൂടുതൽ കരുത്താർജിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഏത് സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയോടും കിടപിടിക്കാവുന്ന സൗകര്യങ്ങൾ നമ്മുടെ കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ, പൊതുജനാരോഗ്യ രംഗത്ത്, സർക്കാർ ആശുപത്രികളിൽ ഉണ്ടാക്കുക എന്ന നിലക്കാണ് നാം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് നാം പറയുന്ന നവകേരളം. നവകേരളം എന്നതൊരു സങ്കല്പമല്ല, ഒരു യാഥാർത്ഥ്യമാണ്. അവിടേക്കാണ് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഞാൻ മുഴുവിപ്പിച്ചിട്ടില്ല. 50,000 കോടി രൂപ ആദ്യ 5 വർഷം ചെലവഴിക്കുമെന്ന് പറഞ്ഞ് ചെലവഴിച്ചത് 62,000 കോടി രൂപയായിരുന്നു. ഇപ്പോൾ അത് 1,00,000 കോടി രൂപ കടന്നു നിൽക്കുകയാണ്. ഇതാണ് മാറ്റം. കേരളത്തിലെ മാറ്റം, നമ്മുടെ മാറ്റം, നമ്മുടെ കൺമുന്നിലുള്ള മാറ്റം. കേരളത്തിൽ എവിടെ നോക്കിയാലും അതിൻ്റെതായ സാക്ഷ്യപത്രങ്ങൾ കാണാൻ സാധിക്കും. ആശുപത്രികള്, സ്കൂളുകള്, റോഡുകള്, പാലങ്ങള്, ഓവർബ്രിഡ്ജുകള്, ഫ്ലൈ ഓവറുകള്, വിവിധ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള മറ്റു മാറ്റങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ എല്ലാം ഇതിന്റെയും കൂടി ഭാഗമായത്. ആ നവകേരള നിർമ്മിതിക്ക് എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടായിട്ടുണ്ട്. ഇനിയും ആ പിന്തുണ ഉണ്ടാകണമേ. Can you put us some number, like add a new number? വിവിധ പദ്ധതികളുടെ You can put ഔപചാരികമായ some, kind of ഉദ്ഘാടനം any, നിർവഹിച്ചതായി dummy number, like 1, 2, ഒരിക്കൽ 3, 4, 5, 6, 7. അവസാനിപ്പിക്കുന്നു. Okay. നിങ്ങൾക്ക് എന്റെ Okay, can I keep on സ്നേഹാഭിവാദനം. No. Okay. Wait. Now, can you log into your BM page? Okay, same page. Correct. Okay. Same page. You can close this tab and you can go to the CM page. Okay. That is not record now because we will right now the VAB ID will be created on a CM page, right? Okay, one second.